ഹായ് ഗൈസ്. സോ നമ്മൾ എഴുതിയിരിക്കുന്ന നമ്മുടെ ഈ ആപ്ലിക്കേഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. യൂസേഴ്സിന് ഇപ്പോൾ പുതിയ സോങ്സ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, പിന്നെ ഓൾറെഡി ഉള്ള സോങ്സിനെ വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ പറ്റും, പിന്നെ സോങ്സിൻ്റെ ഓരോ സോങ്സിനും പെർട്ടിക്കുലർ ലിറിക്സ് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാനും ഉള്ള ഓപ്ഷൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ ലിറിക്കിന് ലൈക്ക് ചെയ്യാൻ അല്ലെങ്കിലും എന്താ പറയുക ഇഷ്ടമുള്ള വോട്ട് ചെയ്യാനും ഉള്ള ഓപ്ഷൻസ് നമ്മളിവിടെ കൊടുത്തിട്ടുമുണ്ട് കറൻ്റ്. ഇപ്പോൾ നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട ടോപ്പിക്സൊക്കെ ഒന്ന് ജസ്റ്റ് ഗോ ത്രൂ ചെയ്യാം ഇന്നത്തെ വീഡിയോയിൽ. സോ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് റിയാക്ട് പ്ലസ് അപ്പോളോ ഇൻറ്റഗ്രേഷനാണ്. നമ്മുടെ index.jsൽ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്തിരുന്നു റിയാക്ട് അപ്പോളോ എങ്ങനെയാണെന്നുള്ളത്. സോ റിയാക്ട് അപ്പോളോ ഉപയോഗിച്ചിട്ട് നമ്മൾ GraphQL ക്വറി മ്യൂട്ടേഷനൊക്കെ റിയാക്റ്റിൻ്റെ കമ്പോണൻറ്റിൽ സാൻഡ്വിച്ച് ചെയ്തിരുന്നു. അതായത് സാധാരണ റിയാക്ട് ആപ്ലിക്കേഷനിൽ ചില കമ്പോണൻസിൻ്റെ ക്വറികളോടും മ്യൂട്ടേഷനുകളോടും എങ്ങനെ ബൈൻഡ് ചെയ്യുന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്തിരുന്നു. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ നമ്മളെങ്ങനെ ബൈൻഡ് ചെയ്തെടുക്കണമെന്നുള്ളതൊക്കെ നമ്മൾ നോക്കിയിരുന്നു. പിന്നെ നമ്മൾ നോക്കിയിരുന്നത് GraphQL ടാഗാണ്, GQL എന്ന് പറഞ്ഞിട്ട്. സോ GraphQL ടാഗ് ലൈബ്രറി ഉപയോഗിച്ച് നമ്മൾ ക്വറി അല്ലെങ്കിൽ മ്യൂട്ടേഷൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നേരിട്ട് ജാവാസ്ക്രിപ്റ്റ് ഫയലിൽ എഴുതാൻ നമുക്ക് സാധിക്കും. ഓക്കെ, GQL എപ്പോഴും ഞാൻ പറഞ്ഞു ബാക്ക്ടിക്കാണ് നമ്മൾ യൂസ് ചെയ്യാന്നുള്ളത്. ടെംപ്ലേറ്റിൽ ക്വറി എഴുതിയിട്ടാണ് നമ്മൾ ഗോ ത്രൂ ചെയ്തത്. ഓക്കെ, ഇനി അടുത്ത മ്യൂട്ടേഷൻസിൽ നമ്മൾ ക്വറി വേരിയബിൾസും കൂടി ആഡ് ചെയ്തിരുന്നു. ഇവിടെ ബേസിക്കലി ക്വറി വേരിയബിൾസും കൂടി നമ്മൾ ആഡ് ചെയ്ത് വെച്ചിരുന്നു. ഓക്കെ, ഓരോ മ്യൂട്ടേഷനും ചിലപ്പോഴൊക്കെ ഡയറക്റ്റ് എടുക്കാൻ പറ്റും, ചില ഇത് ക്വറീസൊക്കെ ചിലപ്പോൾ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ വേണ്ടി വരും. അപ്പോൾ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഐഡിയ ഒക്കെ വന്നാലേ നമുക്ക് ക്വറി റൺ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ക്വറി വേരിയബിൾസ് പാസ് ചെയ്യും. പിന്നെ മ്യൂട്ടേഷൻ കഴിഞ്ഞ ഉടനെ അപ്ഡേറ്റഡ് ഡാറ്റ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ഓപ്ഷൻസ് ഉപയോഗിച്ചു. ഫസ്റ്റ് നമ്മൾ ഉപയോഗിച്ചത് റീഫെച്ച് ക്വറീസ് ആയിരുന്നു. ക്രിയേറ്റ് സോങ്ങിലല്ല നമ്മളെടുത്തിരുന്നത്, ഇവിടെ റീഫെച്ച് ക്വറീസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് പക്ഷേ ഇതിൽ എന്താ പ്രശ്നം വെച്ചാൽ ഇത് വീണ്ടും ഒരു ഫുൾ ക്വറി ബാക്കിലേക്ക് അയക്കും. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ UIയിൽ ഫ്രഷ് ഡാറ്റ പിന്നെയും കിട്ടും. പക്ഷേ അതിൽ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു അഡീഷണൽ നെറ്റ്വർക്ക് കോളും കൂടി നമ്മൾ കോൾ ചെയ്യേണ്ടി വരും. സോ ഇതിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ വെച്ചാൽ അപ്പോളൊക്കെ ഡീഫോൾട്ടായിട്ട് ക്യാഷ് ഹാൻഡിൽ ചെയ്യില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഡാറ്റ ID ഫ്രം ഒബ്ജക്റ്റ് നമ്മൾ യൂസ് ചെയ്തിരുന്നു നമ്മുടെ ഇവിടെ. ഓക്കെ, ഇത് ഓരോ റെക്കോർഡിനുമുള്ള ID പ്രോപ്പർട്ടി ഉപയോഗിച്ച് തന്നെ അത് ക്യാഷ് ട്രാക്ക് ചെയ്യും. MongoDBയിലെ IDs ഗ്ലോബലി യൂണിക് ഓൾറെഡി ആണ്, അതുകൊണ്ട് ഇത് വളരെ സേഫാണ്. ഇതിലൂടെ അപ്പോളോയ്ക്ക് ഡ്യൂപ്ലിക്കേറ്റ് ക്വറീസ് സെയിം ഡാറ്റ ഷെയർ ചെയ്യാമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ആക്ച്വലി. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ചെക്ക് ചെയ്തത് സോങ് ഡീറ്റെയിൽ കമ്പോൾ നമ്മൾ കണ്ട പാറ്റേൺ ഒക്കെ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സോ GraphQL ഇവിടെ ഹെൽപ്പർ വെച്ചിട്ട് നമ്മൾ റാപ്പ് ചെയ്തിരുന്നു. ഓക്കെ, എന്നിട്ട് കമ്പോണൻറ്റ് നമ്മൾ പാസ് ചെയ്തു. ഈ റാപ്പ് വെച്ചിട്ട് നമ്മൾ പെർട്ടിക്കുലർ കമ്പോണൻറ്റ് എന്താ വെച്ചാൽ അത് വെച്ച് നമ്മൾ പാസ് ചെയ്ത് എടുത്തിരുന്നു. കമ്പോണൻറ്റ് ലഭിക്കുന്ന ഡാറ്റ നമ്മൾ എങ്ങനെ എടുക്കുമെന്ന് വെച്ചാൽ this.props.data ആയിട്ട് നമ്മുടെ കയ്യിൽ എത്തുമെന്ന് നമ്മൾ കാണിച്ചു. ഇവിടെ this.props.data സോങ് എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ കിട്ടും നമ്മൾ കാണിച്ചു. ഇതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ ഡാറ്റ ഫെച്ച് ചെയ്യുന്ന മുമ്പ് കമ്പോണൻറ്റ് റെൻഡർ ചെയ്യാൻ ശ്രമിക്കും, അതുകൊണ്ട് അൺഡിഫൈൻഡ് അല്ലെങ്കിൽ എറേഴ്സ് ഒക്കെ കിട്ടും. ഇവിടെ ഉദാഹരണം ടൈറ്റിലൊക്കെ അൺഡിഫൈൻഡ് ആയിരിക്കും ബേസിക്കലി. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവിടെ ടൈറ്റിലൊക്കെ അൺഡിഫൈൻഡ് ആയിരിക്കും. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ അത് ഹാൻഡിൽ ചെയ്യണം ആ ഒരു എറർ ഒഴിവാക്കാനായിട്ട്. ഓക്കെ, പിന്നെ ക്വറീസും മ്യൂട്ടേഷനൊക്കെ കമ്പൈൻ ചെയ്ത് റിയാക്റ്റിൽ ഡാറ്റ ഡ്രൈവ് ചെയ്ത് നമ്മൾ ചെക്ക് ചെയ്തിരുന്നു. മ്യൂട്ടേഷൻസിൽ വേരിയബിൾ ഉപയോഗിക്കാൻ നമ്മൾ ശ്രമിച്ചിരുന്നു ഓൾറെഡി നമ്മുടെ എക്സിസ്റ്റിംഗ് ആപ്ലിക്കേഷൻസിലൊക്കെ. ഓക്കെ, പിന്നെ ഡാറ്റ റീഫ്രഷ് ചെയ്യാൻ ഓൾറെഡി രണ്ട് ഓപ്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു, റീഫെച്ച് ക്വറീസും പിന്നെ ഡാറ്റ ID ഫ്രം ഒബ്ജക്റ്റും. അത് നമ്മൾ ഗോ ത്രൂ ചെയ്തിരുന്നു. സോ ഡാറ്റ ID ഫ്രം ഒബ്ജക്റ്റ് നമ്മൾ യൂസ് ചെയ്തത് കുറച്ചും കൂടിയും എഫിഷ്യൻ്റ് ആണ്. ഓക്കെ, പിന്നെ നമ്മൾ വെച്ചാൽ റെൻഡർ കമ്പോണൻറ്റ് ചെയ്യുന്ന മുമ്പ് ഡാറ്റ അവൈലബിലിറ്റി ചെക്ക് ചെയ്യണം ബേസിക്കലി. ഇപ്പോൾ നമ്മളൊരു ക്വറി എഴുതിയിട്ട് അതിൽ ഡാറ്റ വരുന്നതിന് മുമ്പ് നമ്മളത് ഓപ്പറേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ അതിൽ അൺഡിഫൈൻഡ് എറർ കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ ഇവിടെ ഹാൻഡിൽ ചെയ്ത പോലെ ഇതൊക്കെ വെച്ചിട്ട് ചെക്ക് ചെയ്തിട്ട് ഹാൻഡിൽ ചെയ്യണം. സോ ഇത്രയാണ്, ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയുകയാണ്, ഇത്രയാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഇതുവരെ നമ്മൾ ചെയ്തത്. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് റാപ്പപ്പ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ നമുക്കത് പുതിയൊരു ആപ്ലിക്കേഷൻ GraphQL സ്ക്രാച്ചിന് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. സോ താങ്ക്സ് ലോട്ട്, ബൈ.